ജ്യോതിസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരുടെ വീട്ടിൽ ഈസിയായി കിട്ടുന്ന ഒരു ചക്കയുടെ വിഭവമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അതിനു മുമ്പേ ഈ ചാനൽ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അതിൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനിൽ പോയാൽ ഞാനിടുന്ന വീഡിയോ കറക്റ്റായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ ചക്കത്തോരനാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് അധികം ഉപ്പില്ലാത്ത ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനി നമുക്ക് വേവിച്ചെടുക്കണം. ഉപ്പും മഞ്ഞളും മുളകും ഇട്ടിട്ട് നമുക്കിത് ആദ്യം വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചെറുതായി മുറിച്ച് വെച്ച ചക്ക ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആദ്യം മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചക്ക വേവുന്ന നേരം കൊണ്ട് നമുക്ക് അതിനകത്തേക്കുള്ള അരപ്പ് ചതച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. ഒരു 2 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചതച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്ക വെള്ളമൊക്കെ വറ്റി നല്ല വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചത് ഇതുപോലെയാണ് അരക്കേണ്ടത്. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അതിനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല അരപ്പെല്ലാം മിക്സ് ആക്കിയിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് സിമ്മിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് നമുക്കിതിലേക്ക് ഇനി വറുത്തിടണം. അപ്പോൾ അരപ്പെല്ലാം നല്ല മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് നമുക്ക് സിമ്മിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചക്കത്തോരനായിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കടുക് വറുത്തിടാം. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അത് നല്ല ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ കുറച്ച് അധികം തന്നെ ചക്കക്ക് ഒഴിച്ച് കൊടുക്കണം. അതിനകത്തോട്ടേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട്. ഇനി അതിനകത്തേക്ക് 2 ചെറിയ ഉള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കാം. 2 അല്ലി വെളുത്തുള്ളി ചെറുതായി മുറിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2-3 ചുവന്ന മുളക് ഇട്ട് കൊടുക്കാം. നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിനകത്തോട്ടേക്ക് കരിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് ചക്കേനകത്തേക്ക് മിക്സ് ചെയ്യും. ഇപ്പോൾ കടുക് വറുത്തത് നമുക്ക് ചക്കേനകത്തോട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്ത് അപ്പോൾ നമ്മുടെ ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്.